ഇപ്പോൾ വന്ന മറ്റു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിലും അതൃപ്തി പ്രകടമാക്കി തിരുവനന്തപുരം ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ. ബി.ജെ.പി. പൊതുസമ്മേളന വേദിയിൽ പ്രധാനമന്ത്രിക്ക് അടുത്തുപോലും ശ്രീലേഖ പോയില്ല. മറ്റു നേതാക്കൾ മോദിയെ യാത്രയാക്കുമ്പോൾ ശ്രീലേഖ മാറി നിന്നു. മേയറാകാത്തതിൽ നേരത്തെ ശ്രീലേഖ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, അതൃപ്തി അത് പരസ്യമായി പ്രകടിപ്പിക്കുകയായിരുന്നു ആർ ശ്രീലേഖ. വർഷ, ഈ പരിപാടി നടക്കുമ്പോൾ പ്രധാനമന്ത്രി പങ്കെടുത്ത വലിയ പൊതുസമ്മേളനം നടക്കുമ്പോൾ ആർ ശ്രീലേഖ വേദിയിലുണ്ടായിരുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ആർ ശ്രീലേഖ. അവർ ഒരു ഭാഗത്ത് ഇരിക്കുക മാത്രമാണ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകാനോ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാനോ ഒന്നും തയ്യാറായില്ല. ഒപ്പം തന്നെ മുതിർന്ന ബി.ജെ.പി. നേതാക്കളുമായി ഒന്നും ഒരു തരത്തിലുള്ള സംസാരവും ആ ഘട്ടത്തിലൊന്നും ആർ ശ്രീലേഖയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. പരിപാടി കഴിഞ്ഞ് നരേന്ദ്രമോദി എല്ലാവരോടും യാത്ര പറഞ്ഞ് നേതാക്കളൊക്കെ കൂടെ ചെന്ന് യാത്രയാക്കുന്ന ഘട്ടത്തിൽ ശ്രീലേഖ മാറി നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ഭാഗത്തേക്ക് പോകാതെ സ്റ്റേജിന്റെ മറ്റൊരു ഭാഗത്ത്, അവർ ഇരുന്ന ഭാഗത്ത് തന്നെ എഴുന്നേറ്റ് ആ ഭാഗത്ത് നിൽക്കുകയും മാറി നിൽക്കുകയുമാണ് ചെയ്തത്. മറ്റു നേതാക്കളെല്ലാം മോദിക്കൊപ്പം വേദിയിൽ നിന്ന് മോദിയെ യാത്രയാക്കാനായി പോകുന്ന ഭാഗത്തേക്ക് ഒക്കെ എല്ലാ നേതാക്കളും പോയിരുന്നു, വേദിയിലുണ്ടായിരുന്നു. പക്ഷേ ശ്രീലേഖ മാത്രമാണ് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ കോർപ്പറേഷൻ മേയറാക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയാണ് മുൻ DGP ആയിരുന്ന ശ്രീലേഖയെ മത്സരിപ്പിച്ചത് എന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. സാധാരണ കൗൺസിലറായി ആയിരിക്കില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീലേഖ ഉണ്ടാവുക, മേയർ സ്ഥാനത്തേക്ക് തന്നെയാണ് പരിഗണിക്കുക എന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഉറപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് അവർ തന്നെ വ്യക്തമാക്കിയത്. ആ ഘട്ടത്തിൽ മേയറാക്കാത്തതിലുള്ള അതൃപ്തി പരസ്യമായി തന്നെയായിരുന്നു അവർ പ്രകടിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ആ അതൃപ്തി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് രാജീവ് ചന്ദ്രശേഖരും മേയർ സ്ഥാനത്തേക്ക് ആർ ശ്രീലേഖയുടെ പേരായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കേന്ദ്ര നേതൃത്വം അക്കാര്യത്തിൽ വി രാജേഷിന്റെ പേര് തീരുമാനമെടുക്കുകയായിരുന്നു. അത് പ്രധാന കാരണം വി മുരളീധരനൊപ്പം തന്നെ കെ സുരേന്ദ്രൻ പക്ഷം കേന്ദ്രത്തിൽ ഇടപെടുകയും വി രാജേഷിനെ മേയറാക്കി കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനം അറിയിക്കുകയും അത്തരം ഒരു സമ്മർദ്ദം ഉയർത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അവസാന നിമിഷം മേയർ സ്ഥാനം ആർ ശ്രീലേഖയ്ക്ക് നഷ്ടപ്പെടുന്നത്. അതിനുശേഷം ഈ ഇത്തരത്തിലുള്ള അതൃപ്തി അവർ പല ഘട്ടങ്ങളിലും പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ നരേന്ദ്രമോദി തന്നെ പങ്കെടുത്ത പരിപാടിയിൽ ഉൾപ്പെടെ അവർ ആ അതൃപ്തി തുടരുന്നു എന്നുള്ളതാണ് നിലവിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഇത്തരം ഒരു നടപടിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വർഷ, ശരി വിജിൻ, മേയറാക്കാമെന്നൊരു വാഗ്ദാനത്തിന് പിന്നാലെയാണ് ആർ ശ്രീലേഖ മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നാലെ അവർ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുത്ത പ്രധാനപ്പെട്ട ചടങ്ങിലും അവർ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.